ഹായ് ഗൈസ്, വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് എക്സോറ ക്യാപിറ്റൽ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീക്കിൽ നമ്മൾ പുഷ് ചെയ്ത ഒരു ഗോൾഡിൻ്റെ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ തന്നെ എന്തിലേക്ക് കിടക്കാം, ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓൾസോ ഫസ്റ്റ്ലി നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ നിന്ന്, അതായത് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഒരു മാർക്കറ്റിൻ്റെ നരേഷൻ, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് ഇതൊരു ബിഹേവ് ചെയ്യുന്നത്, കഴിഞ്ഞ മന്തുകളിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നുള്ളത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വീക്കിലി ഡെയിലി 4 hour എന്നുള്ള ലാസ്റ്റ് എൻട്രിയിലേക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൊണ്ടെത്തിക്കാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾ മന്ത്ലിയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, കഴിഞ്ഞ 4 മന്തുകളിലായിട്ട് മാർക്കറ്റ് ക്ലിയർലി ഒരു ബിയർ സ്ട്രക്ചർ എന്നുള്ള രൂപത്തിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ഓവറോൾ ഒരു ബുള്ളിഷ് എന്നുള്ളതാണെങ്കിലും കഴിഞ്ഞ 4 മാസമായിട്ട് മാർക്കറ്റ് ഒരു കൈൻഡ് ഓഫ് മന്തിൽ നടക്കേണ്ട റിട്രേസ്മെന്റ് ആണ് സത്യത്തിൽ കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു സെല്ലേഴ്സിന്റെ ആധിപത്യമാണ്. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം, തൊട്ടുമുമ്പ് ഉണ്ടാക്കിയ ക്യാൻഡിലിന്റെ താഴെയായിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അങ്ങനെയാണ് ഈ 2 ക്യാൻഡിലുകളും ഒരേ കണക്ക് തന്നെ ഒരു താഴേക്ക് ബിയറിഷ് എന്നുള്ള രൂപത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മിനിമം ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമം ഒരു ബൈയിങ്ങിലേക്ക് കയറണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഈ ഒരു മന്ത്ലി FEG വേറെയെങ്കിലും വരണം എന്നുള്ളതാണ്. ഈ മന്ത്ലി FEGയിൽ നിന്ന് മേ ബി, അല്ലെങ്കിൽ അത് സംഭവിക്കാം, ഇവിടെ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തേക്കാം, അപ്പിലേക്ക് കയറാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു വ്യൂ. അത് വെച്ചുകൊണ്ട് നമ്മൾ വീക്കിലിയിലേക്ക് വരുന്നു. വീക്കിലിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഓൾസോ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണാം. വീണ്ടും മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്യണമെങ്കിൽ, മാർക്കറ്റ് മന്ത്ലിയിൽ വീണ്ടും താഴേക്ക് ഒരു പുഷ് വരണമെങ്കിൽ ഇവിടെ ഒരു ഇൻവേർഷൻ FEG ഉണ്ട്. ഈ FEGയെ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴേക്ക് ക്ലോസ് ചെയ്തപ്പോൾ അതെന്തായി മാറി, ഇൻവേർഷൻ FEG ആയി. ആ ഇൻവേർഷൻ FEG മാർക്കറ്റ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മിറ്റിഗേറ്റ് ചെയ്തിട്ടുമില്ല. ക്ലിയർ? അപ്പം മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അപ്പം മാർക്കറ്റ് എന്ത് ചെയ്യണം, ഒന്ന് അപ്പിലേക്ക് വന്നതിന് ശേഷം ഈ ഇൻവേർഷൻ FEGയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് മന്ത്ലി FEGയിലേക്ക് പോകും എന്നുള്ളതാണ് മന്ത്ലിയിലുള്ള നമ്മളുടെ പ്ലാൻ. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ വീക്കിലിയിൽ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക്, വീക്കിലിൽ നിങ്ങൾ കഴിഞ്ഞ 4 വീക്കുകളായിട്ട് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരു ഹ്യൂജ് ആയിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് ബയേഴ്സ് കയറി. അതിനുശേഷം തൊട്ടടുത്ത വീക്കിൽ മാർക്കറ്റ്, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തൊട്ടടുത്ത വീക്കിൽ മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തത്, ഇന്റേണലി ആണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് വേണ്ട രീതിയിൽ ബയേഴ്സ് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് ഓൾറെഡി മന്ത്ലി ഒരു ഇൻവേർഷൻ FEG വേറെയെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യണം, അവിടുന്ന് താഴേക്കായിരിക്കും എന്നുള്ളൊരു വ്യൂ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള എന്താണ് നമ്മൾ നോക്കിയിരുന്നത്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ബൈ എന്നുള്ള രൂപത്തിലായിരുന്നു നമ്മൾ നോക്കി കണ്ടിരുന്നത്. അതിന് നേരെ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഇട്ടു. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഇട്ടപ്പോഴും നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് കാണാം, ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഓക്കെ. then നേരെ ഞാൻ 4 hourലേക്ക് വന്നു. 4 hourലേക്ക് വരുമ്പോഴാണ് ഓക്കെ, അത് ഫസ്റ്റ് വേണമായിട്ട് റിജക്ഷൻ ബ്ലോക്ക് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് വരച്ചിട്ടേക്കാം. ഇതാണ് നമ്മളുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിജക്ഷൻ ബ്ലോക്ക് ഏരിയ. കാരണം അവസാനമായിട്ടുണ്ടാക്കിയ സെല്ലേഴ്സിന് മുകളിൽ ക്യാൻഡിലിന് ഇവിടെ ഈ റിജക്ഷൻ ബ്ലോക്കിൽ നിന്നുള്ള ബയേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നേരെ 4 hourലേക്ക് വരാം. 4 hourലേക്ക് വന്നു. ഓക്കെ, 4 hourലേക്ക് വന്നു. വീണ്ടും എന്ത് സംഭവിച്ചു, ഈ റിജക്ഷൻ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും ഇനഫ് ആയിട്ടുള്ള ആര് കയറി, ബയേഴ്സ് കയറി. ഓക്കെ അല്ലേ? എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഇവിടെ ഓൾറെഡി മാർക്കറ്റ് എന്തുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയിൽ ഒരു ഇൻവേർഷൻ FEG ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇൻവേർഷൻ FEG ഉണ്ടായിരുന്നു. ഓൾസോ ഒരു കീ ലെവലൂടെ അവിടെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, റിജക്ഷൻ ബ്ലോക്ക്. 2 കീ ലെവലും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രോപ്പറായിട്ടുള്ള ലണ്ടൻ സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ കീ ലെവലിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് വെയിറ്റ് ചെയ്യുന്നു, CRTക്ക് വെയിറ്റ് ചെയ്യുന്നു. ദെൻ ഈ ലോ പർജ് ചെയ്ത സമയത്ത് നമ്മൾ നേരെ ഇതിലേക്ക് പോയി, നമ്മളെ എൻട്രി ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റിലേക്ക് പോയി പ്രോപ്പറായിട്ട് മോഡൽ 1 അല്ലെങ്കിൽ മോഡൽ 2 കൺഫർമേഷൻ നമ്മൾ ടേക്ക് ഔട്ട് ചെയ്തു. ഇതായിരുന്നു അവസാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബിയറിഷ് ക്യാൻഡിൽ. അതിന് മുകളിലായിട്ട് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ദെൻ ഈ റീടെസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്, എൻട്രി കയറിയത്. SL ഞാൻ ഇവിടെ ഇച്ചിരി ഇറക്കി വെച്ചു. ടാർഗറ്റ് 1:2 അല്ലെങ്കിൽ 4 hourന്റെ ഹൈയോ, അല്ലെങ്കിൽ അടുത്തൊരു സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ഏരിയ നമുക്ക് നോക്കി നോക്കാം. ഇതല്ലേ അടുത്തൊരു സെല്ലേഴ്സ് ആക്റ്റീവ് ആയ ഒരു ഏരിയ, ഡെയിലിയുടെ റിജക്ഷൻ ബ്ലോക്ക്. നമുക്ക് ആ ഒരു ഏരിയ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാം.
ഓൾമോസ്റ്റ് 1:4 ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ട് അതെന്ത് ചെയ്തു, നമ്മൾ എന്താണോ നമ്മൾ പ്ലാൻ ചെയ്തത് അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് വ്യക്തമായിട്ട് വ്യൂ ഉണ്ട്. മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോകും, എങ്ങനെ പോകും, എവിടെ നിന്ന് തിരിയാം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഉണ്ട്. ഓക്കെ, ആ കാഴ്ചപ്പാടുകളെല്ലാം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. ഒരിക്കലും ആ ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേക്കുള്ളത് നോക്കാതെ നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ എന്താണ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, എവിടുന്ന് മാർക്കറ്റ് തിരിയാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള ബോധത്തോടു കൂടി മാത്രം എന്ത് ചെയ്യുക, ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ടിലോട്ട് വരിക. ഓക്കെ ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഉറപ്പായിട്ടും ഇതിന് റിപ്ലൈ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്